ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഈ പ്രീവിയസ് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. പ്രത്യേകിച്ച് ISRO ചന്ദ്രയാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പൊ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന തൊട്ടു മുന്നത്തെ വർഷം വന്നൊരു ചോദ്യമാണ്. സോ അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് എക്സ്ട്രാ ഫാക്ട്സും കൂടെ പറയാം. അതിന് മുൻപേ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫുൾ GK ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് 199 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 24 മോക്ക് ടെസ്റ്റുകൾ എക്സ്ട്രാ വരുന്നുണ്ട്, 55 ഹോട്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 199 റുപ്പീസിന് നിങ്ങൾക്ക് തരുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തേക്കാം. അതിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഫുൾ GK മോക്ക് ടെസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 2025 വന്നൊരു ചോദ്യമാണ്. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദി നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ സ്പേസ് ഡേ, നമ്മുടെ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ ആഘോഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2025 ചോദ്യമാണ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 23rd August ഓഫ് എവരി ഇയർ. 23 ഓഗസ്റ്റിനാണ് എല്ലാ വർഷവും നമ്മൾ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2, ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ ഇസ് ദ തീം ഓഫ് നാഷണൽ സ്പേസ് ഡേ 2025. 2025 നാഷണൽ സ്പേസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഈ പറയുന്ന തീമാണ്. ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. 3, ഇത് ചന്ദ്രയാൻ 3ന്റെ സക്സസ്ഫുള്ളുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രയാൻ 3 വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നാഷണൽ ഡേ, നമ്മൾ ഒരു നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തല്. അതുപോലെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, മാർസ് ഓർബിറ്റർ, നമ്മുടെ ചൊവ്വയിലേക്കുള്ള ഓർബിറ്റർ മിഷന്റെ സെലിബ്രേഷൻ ആയിട്ടാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുക. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നേ ശരിയായി വരത്തുള്ളൂ അല്ലെ. രണ്ടിൽ ഏതെങ്കിലും ഒരാളുടെ സക്സസ്ഫുൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് നാഷണൽ സ്പേസ് ഡേ. അതിലേതാണെന്ന് നമ്മൾ എഴുതണം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് ബിൽഡ്സ് ഗ്രേറ്റർ അവയർനെസ് ആൻഡ് എന്തൂസിയാസം എമംഗ് സിറ്റിസൺസ് അബൌട്ട് ഇന്ത്യ സ്പേസ് ജേർണി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മളിൽ എല്ലാവരിലും തന്നെ ഒരു അവയർനെസ്, ഈ സ്പേസ് ജേർണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്തൂസിയാസവും അവയർനെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ നമ്മുടെ ഇന്ത്യ ഇപ്പൊ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ നാഷണൽ സ്പേസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം വിജയിച്ചതോട് കൂടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് 2023 അല്ലെ. ചന്ദ്രയാൻ 3 വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് എല്ലാവർക്കും അറിയാം. എന്നായിരുന്നു? 2023 ജൂലൈ മാസം 14 ഇത് വിക്ഷേപിക്കുന്നത്. ഓഗസ്റ്റ് മാസം 23 ഇത് ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി നമ്മൾ പറഞ്ഞു. ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രയാൻ 1ഉം ചന്ദ്രയാൻ 2ഉം ഉണ്ട്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് 2008 വിക്ഷേപിക്കുകയും ആശയവിനിമയം നമുക്ക് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം 2009 വരെ അവിടെ നിലനിൽക്കുകയൊക്കെ ചെയ്തു. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് 2019 അല്ലെ, ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. അവിടെയും നമ്മൾ പരാജയപ്പെട്ടു. അതിനുശേഷമാണ് 2023 ജൂലൈ 14 വിക്ഷേപിക്കുകയും ഓഗസ്റ്റ് 23 അത് വിജയകരമായി അവിടെ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോറി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 2023 ഈ ഒരു വിജയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ ഇന്ത്യ ആഘോഷിക്കാനായിട്ട് തുടങ്ങി. എല്ലാ വർഷവും ഈ ഓഗസ്റ്റ് 23, അതായത് നമ്മൾ അവിടെ എത്തിയില്ലേ, അവിടെ എത്തിപ്പെട്ടില്ലേ, ആ ഡേറ്റ് ആണ് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു ദിവസമായിട്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ഇപ്പൊ ആഘോഷിക്കുന്നത്. എന്നാൽ ഈ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം the theme for India's second national space day on August 23, 2025 എന്ന് പറയുന്നത് ഇതായിരുന്നേ: ആര്യഭട്ട ടു ഗഗയാൻ, ഏൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതായിരുന്നു ഇതിന്റെ തീം. 2025 ഓഗസ്റ്റ് 23 നമ്മൾ ആഘോഷിച്ചതിന്റെ തീം എന്തായിരുന്നു? ആര്യഭട്ട ടു ഗഗയാൻ,
ഏൻഷ്യന്റ് വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതായിരുന്നു. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞുകൊണ്ട് ചന്ദ്രയാൻ 3 ചന്ദ്രയാനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കാണ് ഓഗസ്റ്റ് 23 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും തെറ്റിക്കരുത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ശരിയാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്തൂസിയാസം അവയർനെസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ 1 ശരിയാണ്, അതുപോലെ തന്നെ 3 ശരിയാണ്, അതുപോലെ 5 ശരിയാണ്. 1, 3, 5 ഓപ്ഷൻ ബി ആയിരുന്നു ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി നോക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തത് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട ഡേറ്റുകൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ മാസം 22-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച വാഹനം ഏതാ? PSLV C-11 ആണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഭാരം 1380 കിലോഗ്രാം ആയിരുന്നു ഭാരം. 386 കോടിയാണ് ഇതിനായിട്ട് ചെലവിട്ടിട്ടുള്ളത്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8-നാണ്. ചന്ദ്രയാൻ 1ന്റെ കാര്യമാണ്. അതുപോലെ ഇത് ഇടിച്ചിറങ്ങുന്നത് 2008 നവംബർ 14-നാണ് അവിടെ ഇടിച്ചിറങ്ങുന്നത്. ഈ പേര് നിർദ്ദേശിച്ചത് വാജ്പേയി ആണ് കേട്ടോ. അപ്പം അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഷാക്കിൾട്ടൺ ഗർത്തമാണ്. ഏതാണ്? ഷാക്കിൾട്ടൺ ഗർത്തമാണ് ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പം വേറൊരു ചോദ്യം ചോദിക്കാം. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏതാണ്? റഷ്യയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഇത് പ്രവർത്തനം നിലച്ചത് എന്നാണെന്നൂടെ ചോദിക്കാം. ഇത് പ്രവർത്തനം നിലച്ച ഡേറ്റ് 2009 ഓഗസ്റ്റ് മാസം 29-നാണ്. ഓക്കെ, അപ്പൊ ഈ ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആയിരുന്നു G. മാധവൻ നായർ. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാം. ഇനി അടുത്തത് ചന്ദ്രയാൻ 2 നോക്കി വെക്കാം. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് എന്നാ? വിക്ഷേപിക്കുന്നത് 2019 ജൂലൈ മാസം 22-നാണ്. വാഹനം ഏതാ? GSLV മാർക്ക് 3 M1 എന്നുള്ള വാഹനത്തിലാണ് വിക്ഷേപിച്ചത്. ഇവിടെ നോക്കുക, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാന്റെ ഒരു ലാൻഡർ ഉണ്ടല്ലോ, അതിന്റെ പേര് തന്നെയാണ് ഇപ്പോഴത്തെ ചന്ദ്രയാൻ 3ക്ക് കൊടുത്തിരിക്കുന്ന വിക്രം. എന്താണ്? വിക്രം ലാൻഡർ. അതുപോലെ ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2ന്റെ റോവർ അറിയപ്പെട്ടിരുന്നത് പ്രഗ്യാൻ. റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു. അപ്പൊ ഈ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ ആയിരുന്നു. 978 കോടിയായിരുന്നു ഇതിന്റെ ചെലവെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് അവരുടെ വിഷമമൊക്കെ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം കാര്യങ്ങളൊക്കെ. അപ്പൊ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 23-ന് ദക്ഷിണ ധ്രുവത്തിൽ ഇത് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ഈ പേര് ഇത് തന്നെയാണ്. വിക്രം ലാൻഡറും പ്രഗ്യാൻ എന്ന റോവർ ഉപയോഗിച്ച് ചന്ദ്രന്റെ മണ്ണ്, ജലം, ധാതുക്കൾ എന്നിവയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രോപരിതലത്തിലെ ശാസ്ത്രീയ പരീക്ഷണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം എടുത്തെടുത്ത് ചോദിക്കുവാണെങ്കിലോ, ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായിട്ടും അല്ലെങ്കിൽ മൃദുവായതുമായിട്ടുള്ള ലാൻഡിങ് നമുക്ക് തെളിയിക്കണം. അതുപോലെ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കാന്, ഇൻസൈറ്റു ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ ആയിട്ടാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിക്രം അതുപോലെ റോവറിന്റെ പേര് പ്രഗ്യാൻ, അത് രണ്ടിന്റെ അത് തന്നെയാണ്. 2ന്റെയും 3യുടെ അത് തന്നെയാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ദൗത്യത്തിൽ ഒരു ലാൻഡർ മോഡ്യൂൾ, ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂൾ, ഒരു റോവർ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേലോഡ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്തിന്റെ സ്പെക്ട്രോ പോളാരി മെട്രി ആണ്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ നോട്ടായിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം. ചിലർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരേ. വേണമെങ്കിൽ ഇതിന്റെ നോട്ടായിട്ട് ഒന്നെങ്കിൽ ടെലഗ്രാമിലേക്ക് ഒന്ന് ഇട്ടേക്കാം, കമന്റ് ഒന്ന് ചെയ്തു. മലയാളം നോട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിൽ PDF കിടപ്പുണ്ട്, ഞാനത് എടുത്തു ഇല്ലെന്നേ ഉള്ളൂ. വേണ്ടവർ പറഞ്ഞാൽ മതി.
അപ്പം ഇത്രയും കാര്യങ്ങൾ ചന്ദ്രയാനെ പറ്റിയിട്ടൊന്ന് നോക്കി വെക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ചന്ദ്രയാൻ 3 ഒന്ന് നോക്കുക. ഈ കൂടുതൽ തന്നെ നമുക്ക് ഗഗൻയാനെ പറ്റിയിട്ടും മംഗൾയാനെ പറ്റിയിട്ടും വേഗത്തിൽ ഒന്ന് നോക്കിയാലോ. ഇതിനകത്ത് മംഗൾയാൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, പ്രഥമ ചൊവ്വ പര്യവേഷണമാണ് നമ്മുടെ മംഗൾയാൻ എന്ന് പറയുന്നത് അല്ലെ. വിക്ഷേപിച്ചത് 2013 നവംബർ മാസം 5-നാണ്. ഏതാ വാഹനം? PSLV C-25 വിക്ഷേപിച്ചത് അല്ലെ. ഇത് ഭ്രമണപഥത്തിൽ കയറുന്നത് 2014 സെപ്റ്റംബർ മാസം 24-നാണ് ഇത് ഭ്രമണപഥത്തിൽ കയറിയത്. ആദ്യ ശ്രമത്തിൽ തന്നെ നമ്മൾ വിജയിച്ച ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അതുപോലെ ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള ചൊവ്വാ ദൗത്യവും മംഗൾയാൻ തന്നെയാണ്. അപ്പം ഇത് വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. അതുപോലെ ചൊവ്വ പര്യവേഷണം നടത്തുന്ന നമ്മൾ എത്രാമത്തെ രാജ്യ? 4ാമത്തെ രാജ്യമാണ്. അത് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും. അതായത് റഷ്യ, USA, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയ്ക്ക് ശേഷം ഭ്രമണപഥത്തിൽ എത്തുന്ന 4ാമത്തെ ഏജൻസിയാണ് ISRO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൂടെ അവിടെ ഓർത്തു വെച്ചേക്കാം. അപ്പം ആ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു K. രാധാകൃഷ്ണൻ. ആ സമയത്തെ പ്രോഗ്രാം ഡയറക്ടർ M. അണ്ണാദുരൈ ആയിരുന്നു. ഈ ഒരു പ്രോജക്റ്റിന്റെ ഡയറക്ടർ S. അരുണൻ ആയിരുന്നു. ഇനി ഗഗൻയാൻ എന്ന് പറയുന്നത് 2022 ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ISROയുടെ ഒരു ദൗത്യമാണ് ഈ ഗഗൻയാൻ എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താ? GSLV Mk3 എന്നുള്ളതാണ് പേര്. അതുപോലെ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത് റഷ്യയും ഫ്രാൻസും ആണ്. ഏതൊക്കെ രാജ്യമാണ്? റഷ്യയും ഫ്രാൻസും ആണ്. അതുപോലെ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന സഞ്ചാരികളുടെ എണ്ണം 3 അല്ലെ. പരിശീലനം 3 പേരായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും നോക്കിയിട്ട് പോവുക. അപ്പൊ ISROയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൂടെ, പ്രത്യേകിച്ച് ഇപ്പം ഇന്നലെയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു ചന്ദ്രനിലെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട, അതൊക്കെ ഒന്ന് നോക്കുക. ISRO മാത്രമല്ല, മൊത്തത്തിൽ ബഹിരാകാശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പറഞ്ഞതുകൂട്ട് ആ ഒരു ചന്ദ്രയാൻ 3യുടെ നോട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിലേക്ക് PDF ഇട്ടേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.